ഗൈസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ അതേ സ്വഭാവമുണ്ട്? എന്താണെന്നല്ലേ, ഒറ്റയ്ക്ക് പടത്തിന് പോകാനും ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനും പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ലൈഫിൽ അടിപൊളിയാണെന്ന്. അതിന് കാരണമുണ്ട്, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ ഡിപ്പെൻഡബിൾ ആവുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ സിനിമയ്ക്ക് പോകാൻ ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുണ്ടെങ്കിൽ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള മൈൻഡ് അവിടെ ഇല്ല. ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും സോൾവ് ചെയ്യുന്ന കാര്യം അവിടെ ഇരിക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഒരു ധൈര്യം നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകുമ്പോൾ ഉള്ള പ്ലസ് വശങ്ങൾ ഞാൻ പറഞ്ഞില്ല. നമുക്ക് ആരും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ചിലർ സിനിമ തുടങ്ങുമ്പോഴായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇത് എനിക്ക് പോപ്കോണും കോഫിയൊക്കെ കുടിക്കാനുള്ള പൈസ കാണും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെല്ലാം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചിലപ്പോൾ വാങ്ങില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാതിരിക്കും. എനിക്കാണെങ്കിൽ ഡ്രീംസിലെ കോഫി ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ അത് കുടിക്കാൻ വേണ്ടിയൊക്കെ മാത്രം പോകും സിനിമയ്ക്ക്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരുപാട് വശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മറ്റേ ഭരതനാട്യത്തിൽ പറഞ്ഞ കണക്ക് ഇന്നായിക്കഴിഞ്ഞാൽ ത്രില്ലാണ്. അതുകൊണ്ട് ഒന്ന് പോയി നോക്കണം കേട്ടോ. അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.